+2 കെമിസ്ട്രിയിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. സോ ദ ചാപ്റ്റർ ഈസ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഹാലോ മീൻസ് എന്താണ്? ഹാലോജൻ എന്നാണ് അല്ലേ? അപ്പോൾ ഹാലോജൻസ് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഹാലോജൻസ് ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 കോമ്പൗണ്ടുകളാണ് ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസും. ഹാലോജൻസിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇവയുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. ഇവ വളരെയധികം ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സും അതിൻ്റെ തന്നെ ഡെറിവേറ്റീവ്സും ഒക്കെ ഉണ്ടാക്കാനുള്ള ടെൻഡൻസിയും ഇവയ്ക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹാലജൻസ് ഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 കോമ്പൗണ്ടുകളാണ് ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസും. ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെല്ലാം തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ഉപയോഗമുള്ളവയാണ്. മാത്രമല്ല കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കെമിക്കൽ ഫീൽഡിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫീൽഡിലും റിസർച്ച് ഫീൽഡിലും എല്ലാം തന്നെ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന കോമ്പൗണ്ടുകളാണിവ. ഈ കോമ്പൗണ്ടുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഹാലോ ആൽക്കെയിനും ഹാലോ അരീനും എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The replacement of hydrogen atom in a hydrocarbon that is aliphatic or aromatic by halogen atom result in the formation of alkyl halide or haloalkane and aryl halide or haloarene respectively. അതായത് ഒരു ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ജോയിൻ ചെയ്തുകൊണ്ടുണ്ടാകുന്ന കോമ്പൗണ്ടുകളെയാണ് ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈഡ്രോകാർബണുകൾ അവ ആലിഫാറ്റിക് ആകട്ടെ ആരോമാറ്റിക് ആകട്ടെ ഇതിൽ നിന്നും ഹൈഡ്രജൻ ആറ്റംസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹാലജൻ ആറ്റംസ് വരുന്ന തരം കോമ്പൗണ്ടുകളെയാണ് ഹാലോ ആൽക്കെയിൻസ് അല്ലെങ്കിൽ ഹാലോ അരീൻസ് എന്ന് വിളിക്കുന്നത്. ആലിഫാറ്റിക് കോമ്പൗണ്ടുകളിൽ ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്ത് ഹാലജൻ ആറ്റം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നു. എന്നാൽ ഒരു ആരോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോകാർബണിൽ നിന്നും ഹൈഡ്രജൻ ആറ്റംസ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹാലജൻ ആറ്റംസ് ജോയിൻ ചെയ്ത് ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെയാണ് ഹാലോ അരീൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഹാലോ അരീൻസും ഹാലോ ആൽക്കെയിൻസും വളരെ പ്രധാനപ്പെട്ട ചില കോമ്പൗണ്ടുകളാണ്. അപ്പോൾ ഇത്തരം കോമ്പൗണ്ടുകളിൽ ഹാലജൻ ആറ്റം ഹൈഡ്രജൻ ആറ്റം ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തിട്ടാണ് കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത്. മാത്രവുമല്ല ഹാലോ ആൽക്കെയിൻസിനെ പറ്റി കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഹാലജൻ ആറ്റംസ് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു ഹാലോ അരീനിൽ ഹാലജൻ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ sp3 sp2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ എന്ന് പറയുമ്പോൾ കാർബൺ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആയിരിക്കും. ഇത്തരത്തിലുള്ള കാർബണിലേക്കാണ് ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അവയെ നമുക്ക് ഹാലോ ആൽക്കെയിൻസ് എന്ന് വിളിക്കാം. എന്നാൽ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്കാണ് ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അവയെ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ഹാലോ അരീൻസ് എന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ഇത്തരം ഹാലോ ആൽക്കെയിൻസിനെ പറ്റിയിട്ടും ഹാലോ അരീൻസിനെ പറ്റിയിട്ടും കൂടുതലായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ പഠിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇത്തരം കോമ്പൗണ്ടുകളുടെ നമ്മുടെ നിത്യജീവിതത്തിലെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഹാലജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസും നേച്ചറിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവ നമുക്ക് സിന്തറ്റിക്കലി പ്രിപ്പയർ ചെയ്തെടുക്കാനും സാധിക്കും. ചില പ്രധാനപ്പെട്ട ഹാലജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിൻ്റെ ഉപയോഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യമായിട്ട് പറയുന്നത് ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്ന ഒരു ക്ലോറിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ഈ ക്ലോറാംഫെനിക്കോൾ സാധാരണയായിട്ട് സോയിലിൽ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഒരു നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഹാലജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കോമ്പൗണ്ട് ട്രീറ്റ്മെൻറ്റ് ഓഫ് ടൈഫോയിഡ് ഫീവറിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസും കൂടുതലായിട്ടും ഹെൽത്ത് കെയർ മേഖലകളിൽ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ
പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണിത്. ഇതുകൂടാതെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു അയഡിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഹോർമോണാണ് തൈറോക്സിൻ, അല്ലേ? തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അഭാവം കൊണ്ട്, ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഗോയിറ്റർ. അപ്പോൾ ഗോയിറ്ററിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഇതിലെ മെയിൻ കമ്പോണൻ്റ് അയഡിൻ ആണ്. ഇത് എല്ലാം നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻസോ ഹാലോ അരീൻസോ ആണെങ്കിൽ സിന്തറ്റിക്കലി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഹാലജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ക്ലോറോക്വിനൈൻ. ക്ലോറോക്വിനൈൻ ഈസ് ജനറലി യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മലേറിയ. മലേറിയയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സിന്തറ്റിക്കലി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോറിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ടാണിത്. ഇതുകൂടാതെ ഹാലത്തൈൻ എന്ന് പറയുന്ന ഹാലജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള മറ്റൊരു കോമ്പൗണ്ട് സർജറി നടത്തുന്ന സാഹചര്യങ്ങളിൽ ഒരു അനസ്തെറ്റിക് ഡ്രഗായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ പല ഫ്ലൂറിനേറ്റഡ് കോമ്പൗണ്ടുകളും സർജറി സമയത്ത് ഒരു പൊട്ടൻഷ്യൽ ബ്ലഡ് സബ്സ്റ്റൻസ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഹാലജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ കൂടുതലായിട്ടും നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ, ഹെൽത്ത് കെയർ മേഖലകളിൽ ഒരുപാട് ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെ പറ്റിയും ജനറലി ഇവയുടെ പ്രോപ്പർട്ടീസിനെ പറ്റിയും പ്രിപ്പറേഷൻ മെത്തേഡ്സിനെ പറ്റിയും കെമിക്കൽ റിയാക്ടിവിറ്റിയെ പറ്റിയും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്.